ജനങ്ങളിൽ ആശങ്ക വന്നിട്ടുണ്ട്. SIR സംബന്ധിച്ച് ശക്തമായ നിലപാടുകൾ കേരള സർക്കാർ കേന്ദ്രത്തെയും സുപ്രീം കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. SIR നടപ്പിലാക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. തലമുറകളായി കേരളത്തിൽ ജീവിച്ചു വരുന്ന മനുഷ്യരുടെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാനം നേറ്റിവിറ്റി കാർഡ് എന്ന രേഖ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡുകൾ നൽകുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ചെലവുകൾക്കായി പ്രാഥമികമായി 20 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, കേരളം ചരിത്രാതീത കാലം മുതൽക്കേ സഹിഷ്ണുതയ്ക്കും സാംസ്കാരിക സമന്വയത്തിനും പേരുകേട്ട നാടാണ്. വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഇവിടേക്ക് വന്നു. അവയ്ക്കെല്ലാം വേരോട്ടമുണ്ടായി. പരസ്പര സഹകരണത്തിന്റെയും സൗഹൃദത്തിന്റെയും അന്തരീക്ഷം എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു. ഹിന്ദുമതവും ബുദ്ധമതവും ക്രിസ്തുമതവും ഇസ്ലാം ജൂതമതവും എല്ലാം ശക്തമായി ഇവിടെ നിലനിന്നു പോന്നു. തരിസാപ്പള്ളി ശാസനവും കരിമാടിക്കുട്ടനും കൊടുങ്ങല്ലൂരിലെ ചേർമാൻ പള്ളിയും കൂനൻകുരിശ സത്യവും എല്ലാം ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ മാത്രമല്ല, മറിച്ച് ഈ നാടിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ അടയാളങ്ങൾ കൂടിയാണ്. വിവിധ മതങ്ങളെയും സംസ്കാരങ്ങളെയും അംഗീകരിച്ചും ആദരിച്ചുമാണ് ഇന്നത്തെ കേരളത്തിലേക്ക് നാം എത്തിയത്. അയ്യപ്പന്റെയും വാവരുടെയും ഐതിഹ്യത്തിൽ പോലും മതസാഹോദര്യത്തിന്റെ ഇഴകൾ ചേരുന്നുണ്ട്. ഈ ഐക്യവും സാഹോദര്യവും മറ്റു പല പ്രദേശക്കാർക്കും ചിലപ്പോൾ അത്ഭുതം ഉളവാക്കിയേക്കാം. കേരളത്തിന്റെ ചരിത്രപരമായ ഈ സാഹോദര്യത്തെ ചേർത്ത് നമുക്ക് കൂടുതൽ കരുത്തോടെയും ചൈതന്യത്തോടെയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. കേരളത്തിന്റെ മത സാംസ്കാരിക സാഹോദര്യത്തിന്റെ ചരിത്രവും നാൾവഴികളും വിശകലനാത്മകമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി ഒരു പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നു. അതിനായി ഈ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളും ശ്രീമൂലം പ്രജാസഭയിലെ അംഗവുമായിരുന്ന കാവാരിക്കുളം കണ്ണൻകുമാറിന് തിരുവനന്തപുരം ജില്ലയിൽ നേമം വില്ലേജിൽ ഉചിതമായ ഒരു സ്മാരകവും ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമുണ്ട്. ഏതായാലും അതിനായി 1.5 കോടി രൂപ അനുവദിക്കുന്നു. അയ്യാ വൈകുണ്ഠസ്വാമിക്ക് സ്മാരകം സ്ഥാപിക്കും. അതിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, മഹാത്മാഗാന്ധി തന്റെ 5ാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനത്തിലെ അവസാന പൊതുപരിപാടിയിൽ പങ്കെടുത്തത് 1937 ജനുവരി 21 തൃക്കണ്ണമംഗൽ ക്ഷേത്രത്തിലായിരുന്നു. ക്ഷേത്രം എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുക്കുന്നതിനായിരുന്നു ചടങ്ങ്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസും റെസ്റ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കര മുസാവരി ബംഗ്ലാവിലായിരുന്നു ഗാന്ധിജി വിശ്രമിച്ചത്. ഗാന്ധിജിയുടെ ഓർമ്മകളുള്ള മുസാവരി ബംഗ്ലാവിൽ മഹാത്മാഗാന്ധി പബ്ലിക് ലൈബ്രറിയും ഗാന്ധി സ്മാരകവും സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. സർ, യുവജന ക്ലബ്ബുകൾക്ക് പ്രവർത്തന ഗ്രാന്റ്. സർ, നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യുവാക്കളുടെ നേതൃത്വത്തിൽ നിരവധി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് പലതിൻ്റെയും പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുകയാണ്. നാടിനാകെ ഉണർന്നു നൽകുന്ന ക്ലബ്ബുകളെ ശാക്തീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലബ്ബുകൾക്ക് പ്രതിവർഷം 10,000 രൂപ പ്രവർത്തന ഗ്രാന്റ് നൽകുന്ന ഒരു പദ്ധതി ഈ സർക്കാർ പ്രഖ്യാപിക്കുന്നു. ഇതിനായി 5 കോടി രൂപ മാറ്റിവെക്കുന്നു. കുടുംബശ്രീ. സർ, കേരളത്തിന്റെ അഭിമാനമായ കുടുംബശ്രീ വിപ്ലവകരമായ ഒരു പുതിയ കാൽവയ്പ് നടത്തിയിരിക്കുകയാണ്. കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ ടെക്നോളജി കോൺക്ലേവിലൂടെ ഇന്ത്യയിലെ മുൻനിര ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും സർവകലാശാലയിൽ നിന്നുമായി 150 സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇവയുപയോഗിച്ച് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച മികച്ച ഗുണനിലവാരമുള്ള 30 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗ്ലോബൽ ലോഞ്ച് നടത്തിക്കഴിഞ്ഞു. ഇനി 150 ഉൽപ്പന്നങ്ങൾ കൂടി അടുത്ത ഘട്ടത്തിൽ വിപണിയിൽ ഇറക്കും. കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നും ഇതിനകം തന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് താല്പര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാർ, ആൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കുടുംബശ്രീയുടെ ധാരണാപത്രം ഒപ്പുവെക്കാനും വന്നിട്ടുണ്ട്. കുടുംബശ്രീക്ക് ആഗോള വിപണിയിലേക്കുള്ള കവാടം തുറന്നു നൽകുന്നതിനും വനിതാ സംരംഭകർക്ക് മികച്ച വരുമാനവും ഒപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരവും ലഭ്യമാക്കാനുള്ള വലിയൊരു കുതിപ്പിനാണ് കുടുംബശ്രീ ഇതിലൂടെ തുടക്കം കുറിക്കുന്നത്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരവും വിപണനവും ലക്ഷ്യമിട്ടുകൊണ്ട് മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് കുടുംബശ്രീ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്തുടനീളമുള്ള റെസ്റ്റോറൻറ്റുകൾ, പ്രൊഡക്റ്റ് ബ്രാൻഡിംഗ്, ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ബന്ധം എന്നിവ ഊന്നിയായിരിക്കും പ്രവർത്തനം. ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഫുൾഫിൽമെന്റ് സെന്ററുകൾ സ്ഥാപിക്കുകയും അവ ഉൽപ്പാദകരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതിനായി 22.27 കോടി രൂപ വകയിരുത്തുന്നു. ഗ്രാമീണ വനിതാ തൊഴിലിടങ്ങളും കമ്മ്യൂണിറ്റി കിച്ചൺ ഫാക്ടറികളും. സർ, എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ രേഷ്മ എന്ന യുവ സംരംഭക നേതൃത്വം നൽകുന്ന ടോക്ക് ഓഫ് ചിപ്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയെ പരിചയപ്പെടുത്താം. കുടുംബശ്രീ അംഗങ്ങളായ ശുഭയും സംഘവുമാണ് ഈ ചിപ്സ് ഉൽപ്പാദനത്തിന്റെ യൂണിറ്റ് മികച്ച നിലയിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നത്. ഇത്തരത്തിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാൻ സർക്കാർ പിന്തുണ നൽകും. ഇതിനൊപ്പം പ്രാദേശിക തലത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വ്യാപകമാക്കുന്ന പദ്ധതിക്കും സർക്കാർ പിന്തുണ നൽകും. പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളെ ശാസ്ത്രീയമായ സംസ്കൃതത്തിലുള്ള പ്രീമിയം ബ്രാൻഡുകളായി മാറ്റുന്നതിനും കുടുംബശ്രീ അംഗങ്ങൾക്ക് ആഗോള വിപണിയിൽ മത്സരിക്കാൻ തക്കമുള്ള സാങ്കേതിക പരിശീലനം നൽകുന്നതിനും ഈ പദ്ധതി മുൻഗണന നൽകുന്നു. സ്വകാര്യ പങ്കാളിത്തത്തോടെയും സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടെയും നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കായി 10 കോടി രൂപ ഞാൻ വകയിരുത്തുന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മികച്ച വരുമാനവും മാന്യമായ തൊഴിൽ സാഹചര്യവും ഒരുക്കാൻ ഇതിലൂടെ സാധിക്കും. സർ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ വികസനം. സർ, തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന് ഉന്നത വിദ്യാഭ്യാസം, പരിശീലനം, സാമ്പത്തിക ശാസ്ത്രത്തിലും പൊതുനയത്തിലുള്ള ഗവേഷണം എന്നിവയ്ക്കുള്ള ലോകോത്തര നിലവാരമുള്ള സ്ഥാപനമായി വിപുലീകരിക്കും. IIT-കൾ, IIM-കൾ പോലുള്ള മുൻനിര സ്ഥാപനങ്ങളുടെ മാതൃകയിൽ വികസിപ്പിച്ച് അധ്യാപനത്തിനും ഗവേഷണത്തിനുമുള്ള രാജ്യത്തെ മുൻനിര മികവിന്റെ കേന്ദ്രമായി CDS-നെ മാറ്റും. ഇതിനായി
ഒരു പുതിയ അത്യാധുനിക ക്യാമ്പസ് ഘട്ടം ഘട്ടമായി നിർമ്മിക്കുന്നതിന് ആദ്യഘട്ടമായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഭാഗം 3. സർ, സംസ്ഥാനത്തിന്റെ 14ാം പഞ്ചവത്സര പദ്ധതിയിലെ അവസാന വാർഷിക പദ്ധതിയാണ് 26-27 അടുത്ത വർഷം മുതൽ 15ാം പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കമാവും. സംസ്ഥാനത്തിന്റെ 15ാം പദ്ധതിയുടെ പരിപ്രേക്ഷണം സംബന്ധിച്ച ചർച്ചകൾ വളരെ മുൻകൂട്ടി ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആസൂത്രണത്തിന് തുടർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടതുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ആസൂത്രണം ഉപേക്ഷിച്ചിട്ട് നാളേറെയായി. നെഹ്റുവിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ആസൂത്രണത്തെ കൈയൊഴിഞ്ഞു. കേരളം ആസൂത്രണത്തെ മുറുകെ പിടിക്കുന്നതിന് കാരണമുണ്ട്. 1957 അധികാരമേറ്റ EMS സർക്കാർ ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ വഹിച്ച പങ്ക് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. 1957 സർക്കാരിന്റെ രൂപീകരണത്തിന് മുമ്പ് നടന്ന വികസന സംവാദവും അതിലൂടെ ഉരുത്തിരിഞ്ഞ വികസന പരിപ്രേക്ഷ്യവുമാണ് ചെറിയ സമയത്തിനുള്ളിൽ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന പരിഷ്കാരങ്ങൾ തുടങ്ങാൻ ആ സർക്കാർ പ്രാപ്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളുടെ അടിസ്ഥാനവും വ്യക്തതയാർന്ന ഈ വികസന ദർശനമാണ്. 2026-27 വാർഷിക പദ്ധതിയുടെ കാര്യത്തിലും 15ാം പദ്ധതിയുടെ കാര്യത്തിലും കൃത്യതയാർന്ന ഒരു വികസന ദർശനത്തോടെയാണ് സർക്കാർ നീങ്ങുന്നത്. സാർ, ഈ വർഷത്തെ പദ്ധതി അടങ്കൽ 35,750 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് മുൻ വർഷത്തേക്കാൾ 10% കൂടുതലാണ്. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ സർക്കാരിന്റെ വാർഷിക പദ്ധതിയിൽ ഇത്രയും വർധനവ് വരുത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും ബഹുമാനമുണ്ട്. പ്രതീക്ഷിത കേന്ദ്ര സഹായം ഉൾപ്പെടെ ആകെ പദ്ധതി 44,574.66 കോടി രൂപയാണ്. സർ, കൃഷി. സർ, കേരളത്തിലെ കാർഷിക രംഗം 2011-12 മുതൽ തളർച്ചയിലായിരുന്നു. എന്നാൽ ഈ തളർച്ചയുടെ ഘട്ടത്തെ നാം കഴിഞ്ഞ 5 വർഷങ്ങളിൽ മറികടന്നു. കാർഷിക മേഖലയിലെ വളർച്ച ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. കാർഷികാനുബന്ധ മേഖലയുടെ പദ്ധതി അടങ്കൽ 2071.95 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. ഇത് 234.73 കോടി രൂപ കേന്ദ്ര വിഹിതമായി പ്രതീക്ഷിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ കാർഷിക മേഖലയിലെ പദ്ധതി ചെലവ് ഗണ്യമായ വർധനവ് കൈവരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കാർഷിക മേഖലയിലെ വളർച്ചയ്ക്കായി ലോകബാങ്ക് വായ്പാ സഹായത്തോടെ കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ കേര എന്ന ബൃഹത്തായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. കേരള പദ്ധതിക്കായി 100 കോടി രൂപ നീക്കിവെക്കുന്നു. നെല്ലിന്റെ സംഭരണ വില ഈ സർക്കാർ കിലോയ്ക്ക് 30 രൂപയായി വർദ്ധിപ്പിച്ചു. സർ, നെൽകൃഷിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻപുട്ട് സബ്സിഡികൾ നൽകുന്നത് കേരളത്തിലാണ്. എല്ലാ സീസണിലും ഹെക്ടറിന് 5,000 രൂപ നിരക്കിൽ ഇൻപുട്ട് സഹായവും 1,000 രൂപ നിരക്കിൽ ഉത്പാദന ബോണസും ഉടമയ്ക്ക് 3,000 രൂപ റോയൽറ്റി നൽകി വരുന്നു. തരിശുഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നതിന് ഹെക്ടറിന് 40,000 രൂപ വരെയും സഹായം നൽകി വരുന്നു. സർ, കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന 95% നെല്ല് സർക്കാരാണ് സംഭരിക്കുന്നത്. നിലവിൽ PRS വായ്പാ രീതി ഒഴിവാക്കി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി കർഷകർക്ക് സംഭരണ സമയത്ത് തന്നെ നേരിട്ട് പണം നൽകുന്ന പുതിയ ദ്വിതല സംഭരണ സംവിധാനമാണ് നടപ്പാക്കുന്നത്. കേരള ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെയും ഡിജിറ്റൽ പോർട്ടലിന്റെ മേൽനോട്ടത്തിലും വരാനിരിക്കുന്ന സീസൺ മുതൽ തന്നെ ഈ സംവിധാനം നിലവിൽ വരും. നെല്ല് വികസന പദ്ധതികളുടെ സംയോജനത്തിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സമഗ്ര പച്ചക്കറി കൃഷി വികസനത്തിനായി 78.45 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് VFPCക്ക് 18 കോടി രൂപയും കൃഷി വകുപ്പിന്റെ വിവിധ പച്ചക്കറി വികസന പ്രവർത്തനങ്ങൾക്കായി 60.45 കോടിയും രൂപ ഉൾപ്പെടുത്തുന്നു. നാളികേര വികസനത്തിനായി 73 കോടി രൂപ വകയിരുത്തുന്നു. സുഗന്ധവ്യഞ്ജന വികസന പദ്ധതിയുടെ അടങ്കൽ 7.6 കോടിയിൽ നിന്ന് 15 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സർ, സംസ്ഥാനത്ത് പഴവർഗ്ഗങ്ങൾ, പൂക്കൾ, ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമയും വർദ്ധിപ്പിക്കുന്നു 20.92 കോടി രൂപ വകയിരുത്തുന്നു. കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടി രൂപ വകയിരുത്തുന്നു. ഉൽപാദന സംഘങ്ങളുടെ സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. മണ്ണിന്റെ ആരോഗ്യ പരിപാലനവും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തലും പദ്ധതിക്കായി 31.15 കോടി വകയിരുത്തുന്നു. ജൈവകൃഷിയും ഉത്തമ കൃഷി രീതികളും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്കായി 5.25 കോടി രൂപ വകയിരുത്തുന്നു. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപാദനത്തിനും വിതരണത്തിനും കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഫാമുകൾ മെച്ചപ്പെടുത്തുന്നതിനായി 13.44 കോടി രൂപ വകയിരുത്തുന്നു. കാർഷിക മേഖലയിൽ ശാസ്ത്രവിജ്ഞാന വ്യാപനം മെച്ചപ്പെടുത്തുന്നതിനായി 15.40 കോടി രൂപ വകയിരുത്തുന്നു. സർ, തൊഴിലാളി ക്ഷാമം മറികടക്കുന്നതിനും യന്ത്രവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാർഷിക സേവന കേന്ദ്രങ്ങൾ, കാർഷിക കർമ്മസേനകൾ, കസ്റ്റം ഹിയറിംഗ് സെന്ററുകൾ എന്നിവ ശക്തിപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് ഒറ്റ കേന്ദ്രത്തിലൂടെ സേവനങ്ങൾ നൽകുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. വിള ഇൻഷുറൻസ് പദ്ധതിക്കായി 33.14 കോടി രൂപ വകയിരുത്തുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, കൃഷി ഉന്നതി യോജന, മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നിവയുടെ സംസ്ഥാന വിഹിതമായ 40% 78.14 കോടി രൂപ വകയിരുത്തുന്നു. ആധുനിക കാർഷിക രീതികൾ പരിചയപ്പെടുത്തുന്ന പദ്ധതിക്കായിട്ട് യുവതലമുറയെ കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുന്നതിന് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. സർ, ഹൈടെക് പ്രിസിഷൻ ഫാമിംഗിൽ സംരംഭങ്ങൾ തുടങ്ങാൻ 3% പലിശ സബ്സിഡിയോടെ വായ്പകൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഈ 10 കോടി രൂപ പലിശയുടെ ഇളവിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് പ്രത്യേകത. മണ്ണ് സംരക്ഷണം, ജലസംരക്ഷണ മേഖലയിലെ വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 81.24 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണം,
കേരളത്തിലെ പാലുൽപാദനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രതിദിനം 10 ലക്ഷം ലിറ്ററിന്റെ വർധനവ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാംസോൽപാദന മേഖലയിലും പൗൾട്രി മേഖലയിലും പുതിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാർ, മൃഗസംരക്ഷണ മേഖലയിൽ പൊതുവിലുള്ള സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വലിയ ഡയറി ഫാമുകളും അറവുശാലകളും കൊണ്ടുവരികയും വേണം. തീരെ ചെറിയ ഉൽപാദന യൂണിറ്റുകളിൽ നിന്ന് വളർന്ന് 50-100 പശുക്കളുള്ള ഡയറി ഫാമുകളും 10,000-ഓ 20,000-ഓ അതിൽ കൂടുതലോ പശുക്കളുള്ള പൗൾട്രി ഫാമുകളും വൃത്തിയുള്ളതും ലോകോത്തര നിലവാരത്തിലുള്ള അറവുശാലകളും നമുക്ക് അടിയന്തരമായി വേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി 2021 പഞ്ചായത്ത് മുനിസിപ്പൽ ചട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഭേദഗതികൾ ഈ സർക്കാർ കൊണ്ടുവന്നിരുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 318.46 കോടി രൂപ വകയിരുത്തുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും 12.76 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. സങ്കരയിന ബീജസങ്കലന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്കായിട്ട് 9.2 കോടി രൂപ വിലയിരുത്തുന്നു. മൃഗസംരക്ഷണ സേവനങ്ങൾ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്ന പദ്ധതിക്കായി 18.5 കോടി രൂപ വകയിരുത്തുന്നു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള ഫാമുകളുടെ സംരക്ഷണത്തിന് 18 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തെ വെറ്റിനറി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ആകെ വിഹിതമായി 38 കോടി രൂപ വകയിരുത്തുന്നു. പ്രത്യേക കന്നുകുട്ടി പരിപാലന പരിപാടിയുടെ ഭാഗമായി 7.5 കോടി രൂപ വകയിരുത്തി പദ്ധതി വിഹിതം അധികമായി വകയിരുത്തി 48.5 കോടി രൂപയിൽ നിന്നും 56 കോടി രൂപയെ വർദ്ധിപ്പിക്കുന്നു. മൃഗചികിത്സാ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് 44.5 കോടി രൂപ വകയിരുത്തുന്നു. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്കായി 30.46 കോടി രൂപയും പൗൾട്രി വികസന കോർപ്പറേഷൻ 10 കോടി രൂപയും വകയിരുത്തുന്നു. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യക്ക് 6.14 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഫീഡ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് 22.2 കോടി രൂപ വരുത്തുന്നു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കായി 69 കോടി രൂപ വകയിരുത്തുന്നു. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ 8.7 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീരവികസനം. സാർ, ക്ഷീരവികസന മേഖലയ്ക്കായി 26-27 വർഷത്തിൽ ആകെ 128.05 കോടി രൂപ വകയിരുത്തുന്നു. ധർമ്മടം വേങ്ങാട് ഗ്ലോബൽ ഡയറി വില്ലേജ് പദ്ധതിയുടെ തുടർ നടപ്പിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. വാണിജ്യ ക്ഷീരവികസന പ്രവർത്തനങ്ങൾ മിൽക്ക് ഷെഡ് വികസന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിന് 5.2 കോടി രൂപ അധികം അനുവദിച്ച് പദ്ധതി വിഹിതം 45 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഗ്രാമീണ ക്ഷീര വിപുലീകരണത്തിനും കാർഷിക ഉപദേശ സേവനങ്ങൾക്കുള്ള വിഹിതം 12 കോടിയായി വർദ്ധിപ്പിക്കുന്നു. പ്രാഥമിക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നതിന് 22.55 കോടി രൂപ വകയിരുത്തുന്നു. പാലിന്റെയും പാലുൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ലബോറട്ടറികൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി 8 കോടി രൂപ വകയിരുത്തുന്നു. പാലുൽപാദകർക്ക് കാലിത്തീറ്റ സബ്സിഡി നൽകുന്നതിനായി 8 കോടി രൂപ വകയിരുത്തുന്നു. ക്ഷീര കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ക്ഷീര കർഷക സമിതിയിലേക്ക് 4 കോടി രൂപ വകയിരുത്തുന്നു. സാർ, സ്റ്റേറ്റ് ഫോഡർ ഫാമും മോഡൽ ഡയറി യൂണിറ്റും തിരുവനന്തപുരം ജില്ലയിലെ നെട്ടുകാൽ തീരിയിൽ സ്ഥാപിക്കുന്നതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യബന്ധനം. സാർ, മത്സ്യബന്ധന മേഖലയിൽ 3 പ്രധാനപ്പെട്ട മേഖലകളാണ് ഈ സർക്കാർ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഒന്നാമതായി മത്സ്യത്തൊഴിലാളികളുടെ ജീവസുരക്ഷ ഉറപ്പുവരുത്തുകയും കൂടുതൽ മെച്ചപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. രണ്ടാമതായി കടൽക്ഷോഭം നേരിടുന്ന ഗ്രാമങ്ങളുടെ പുനരധിവാസവും അതിന്റെ ഭാഗമായി നടപ്പാക്കി വരുന്ന ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ പുനർഗേഹം. മൂന്നാമതായി ഉൾനാടൻ മത്സ്യബന്ധന മേഖലയുടെ വികാസം. ഇതിനൊക്കെ പുറമെ ഈ സർക്കാർ പൊതുവിൽ മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിന് വേണ്ടി ഒരു ബ്ലൂ എക്കോണമി നയവും ഒരുക്കിയിട്ടുണ്ട്. സാർ, മത്സ്യബന്ധന വകുപ്പിന് 166.31 കോടി രൂപയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് 35.31 കോടി രൂപയും കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സർവകലാശാലയ്ക്ക് 37.5 കോടി രൂപയും ഉൾപ്പെടെ ആകെ 239.12 കോടി വകയിരുത്തുന്നു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി 22 കോടി രൂപയും വകയിരുത്തുന്നു. മത്സ്യകൃഷി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി അക്വാകൾച്ചർ വികസന പദ്ധതിക്ക് വിഹിതം 70 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. ഇതിന് പുറമെ അക്വാകൾച്ചർ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് 7.11 കോടി രൂപയും വകയിരുത്തുന്നു. കടൽ സുരക്ഷാ പദ്ധതിക്കായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസനം. തീരദേശ വികസനത്തിനായി മുൻവർഷത്തെക്കാൾ 7 കോടി വർദ്ധിപ്പിച്ച് 183.98 കോടി രൂപ വകയിരുത്തുന്നു. ഇത് തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ മാനവശേഷി വികസനത്തിനും ആയി 143 കോടി രൂപയും ഉൾപ്പെടുന്നു. സാർ, പുനർഗേഹം പദ്ധതിക്ക് 4.2 കോടി രൂപ വർദ്ധിപ്പിച്ച് 60 കോടി രൂപയിൽ നിന്നും 64.2 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സംയോജിത തീരദേശ വികസനത്തിന് 15 കോടി ആയിട്ട് നിശ്ചയിക്കുന്നു. മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളും മാനവശേഷി വികസനം എന്ന പദ്ധതിക്ക് 69 കോടി വകയിരുത്തുന്നു. മത്സ്യബന്ധങ്ങളുടെ തുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികളും മണ്ണ് നീക്കലും പദ്ധതിക്ക് 12.3 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യ ഫാമുകളുടെ കാര്യത്തിനായി 18 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് 13.31 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലെ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണത്തിനും കടൽപ്പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണത്തിനുമായി 20 കോടി വകയിരുത്തുന്നു. സംയോജിത മത്സ്യവികസന പ്രോജക്റ്റിനായി 12 കോടി വകയിരുത്തുന്നു. സാർ, വനവും വന്യജീവി സംരക്ഷണവും. സാർ, വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 288.6 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി വിവിധ വകുപ്പുകൾ ഏകോപിത പ്രവർത്തനം ഉറപ്പാക്കിക്കൊണ്ട് നാം ബൃഹത്തായ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സ്മാർട്ട് ഫിസിക്കൽ ബാരിയറുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വന്യജീവി ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടുത്തൽ, ജനബോധവൽക്കരണം, റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും പ്രാഥമിക പ്രതികരണ ടീമുകളും ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. 793 കിലോമീറ്റർ നീളത്തിൽ പുതിയ സോളാർ വേലികൾ സ്ഥാപിക്കുകയും പ്രവർത്തനരഹിതമായിരുന്ന 1954 കിലോമീറ്റർ സോളാർ വേലികൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സംസ്ഥാന തലത്തിലും ഡിവിഷൻ തലത്തിലും
എമർജൻസി ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാനത്തിന് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വന്യജീവി സംഘർഷങ്ങളുടെ നഷ്ടപരിഹാര തുക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നവയിലൊന്നാണ് സാർ. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവഹാനി സംഭവിക്കുന്ന വന്യമൃഗ സംഘർഷങ്ങൾ കൂടുതൽ ലഘൂകരിക്കുകയും അതിവേഗം ഫലപ്രദമായ പരിഹാരങ്ങൾ നടപ്പാക്കുകയും വേണം. ഇതിനായിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് മുൻവർഷത്തേക്കാൾ 29.6 കോടി രൂപ വർദ്ധിപ്പിച്ച് 100 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണ എന്ന പദ്ധതിയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന് 50 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വ്യവസ്ഥനായി 50.3 കോടി രൂപ വിലയിരുത്തുന്നു. തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. കോഴിക്കോട് ബയോളജിക്കൽ പാർക്കിലെ പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. വിപണനം, സംഭരണം, വെയർഹൌസിംഗ്. സാർ, കാർഷിക വിപണനം, സംഭരണം, വെയർഹൌസിംഗ് മറ്റു പരിപാടികൾ എന്നിവയ്ക്കായി 164.31 കോടി രൂപ വകയിരുത്തുന്നു. 43.9 കോടി രൂപ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സഹായ പദ്ധതിക്കായും 10 കോടി രൂപ RIDF കീഴിൽ കാർഷിക അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും 8 കോടി രൂപ വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കും 2 കോടി രൂപ കർഷക ക്ഷേമ ഫണ്ട് ബോർഡിന് വേണ്ടിയുമാണ്. ഗ്രാമവികസനം. സർ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിന് ഗ്രാമവികസന മേഖലയ്ക്ക് വൻ പ്രാധാന്യമാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. ഗ്രാമവികസന മേഖലയ്ക്ക് 1997.91 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തേക്കാൾ 69.58 കോടി രൂപ അധികമാണ്. ഇതിൽ ഗ്രാമവികസന പരിപാടികൾക്ക് 510.10 കോടിയും സാമൂഹ്യ വികസനത്തിനും പഞ്ചായത്തിനുമുള്ള 1399.81 കോടിയും ഉൾപ്പെടുന്നു. സർ, കുടുംബശ്രീ, സൂക്ഷ്മ സംരംഭങ്ങൾ, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീയുടെ ബജറ്റ് വിഹിതം 275 കോടിയായി വകയിരുത്തുന്നു. ഗുണമേന്മയുള്ള ചിക്കൻ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതി വ്യാപിപ്പിക്കും. സാർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2026-27 വർഷത്തിൽ EPEP 2.0 എന്ന പേര് തുടരുന്നതാണ്. ദാരിദ്ര്യമുക്തമായ കുടുംബങ്ങളെ തുടർന്ന് പിന്തുണയ്ക്കാനും അവർക്ക് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് മടങ്ങുന്നത് തടയാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്യാപ് ഫണ്ടായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കിലയ്ക്ക് 32.5 കോടി രൂപ വകയിരുത്തുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ പരിശീലനത്തിനും ഗ്രാമനഗര പ്രദേശങ്ങളിലെ സേവനം മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക ഊന്നൽ നൽകും. മുൻവർഷത്തെ അപേക്ഷിച്ച് 3.18 കോടി രൂപയുടെ വർധനവിതാണിത്. കിലയിൽ ഒരു അംബേദ്കർ അനുവദിക്കുന്നതിനായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഇൻഫർമേഷൻ കേരള മിഷൻ ഉള്ള വിഹിതം 10 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റികളുടെ പ്രവർത്തനത്തിനായി 20.2 കോടി രൂപ നൽകുന്നു. ഉപജീവന ദൗത്യങ്ങൾ. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിന്റെ ഭാഗമായി ജനറൽ പട്ടികജാതി പട്ടികവർഗ ഘടകങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതമായി 99.9 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 36.8 കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർ, ദീൻദയാൽ ഉപാധ്യായ പദ്ധതിയുടെ സംസ്ഥാന വിഹിതം ജൻ ആജീവിക യോജന ശേഖരത്തിന്റെ ഭാഗം കേരളത്തിന്റെ സംസ്ഥാന വിഹിതമായി 39 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ആവാസ് യോജന കേന്ദ്ര വിഹിതം വളരെ കുറവായതിനാൽ ഈ പദ്ധതി ലൈഫ് മിഷനുമായി സംയോജിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. ഇതിലൂടെ ഓരോ വീടിനും 4 ലക്ഷം രൂപ വീതം ഉറപ്പാക്കുന്നു. PMAY ഗ്രാമീൺ പദ്ധതിയുടെ യൂണിറ്റ് നിരക്ക് 1.2 ലക്ഷം രൂപ മാത്രമാണ്. PMY അർബൻ പദ്ധതിയുടെ യൂണിറ്റ് ചെലവ് 2 ലക്ഷം രൂപ മാത്രമാണ്. ഈ 2 പദ്ധതികളുടെ യൂണിറ്റ് നിരക്ക് 4 ലക്ഷം രൂപയായി ഉയർത്തുന്നതിനുള്ള ബാക്കി തുക തദ്ദേശ സർക്കാരുകളാണ് നൽകുന്നത്. PMAY ഗ്രാമീണ തൊഴിൽ മേഖലയിലെ 40% സംസ്ഥാന വിഹിതം നൽകുന്നതിനായി ആകെ 110.01 കോടി രൂപ വകയിരുത്തുന്നു. PMGSY. സാർ, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന കീഴിൽ സംസ്ഥാന വിഹിതമായി 95 കോടിയും ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി 30 കോടിയും വകയിരുത്തുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട്, കുട്ടനാട് പാക്കേജുകൾ. സാർ, കാസർഗോഡ് വികസന പാക്കേജിനായി അധികമായി 80 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. കുട്ടനാട് പാക്കേജിന് 75 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് പാക്കേജിന് 80 കോടി വകയിരുത്തുന്നു. സാർ, ശബരിമല മാസ്റ്റർ പ്ലാൻ. തീർത്ഥാടകർക്ക് സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് വിഹിതം 30 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സാർ, ലോകത്തിലെ ഏറ്റവും ക്ലീൻ പമ്പ പദ്ധതി. സാർ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പയുടെ തീരത്താണ്. പമ്പാ നദി മാലിന്യമുക്തമാക്കുവാൻ ക്ലീൻ പമ്പ പദ്ധതിക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണം. സാർ, സഹകരണ മേഖലയ്ക്കായി ആകെ 142.52 കോടി രൂപ വകയിരുത്തുന്നു. വിദേശത്തുള്ള മക്കളുടെ അഭാവത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മാതാപിതാക്കൾക്ക് സമഗ്ര പരിചരണം പ്രദാനം ചെയ്യുന്നതിനായി നടപ്പിലാക്കുന്ന കോപ്പറേറ്റീവ് കെയർ ജീറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് സെന്ററുകൾ എന്ന പദ്ധതി 21.40 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണ മേഖലയുടെ നൂതന കാർഷിക പദ്ധതിയായ സീട്ട 35 കോടി രൂപ വകയിരുത്തുന്നു.
ഇതിന്റെ ഭാഗമായി നാളികേര വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാനായി +1 പദ്ധതി ഈ വർഷം നടപ്പിലാക്കുന്നതാണ്. പ്രാഥമിക കാർഷിക വ്യാപാര സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി 15.95 കോടി രൂപ വകയിരുത്തുന്നു. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് സംസ്ഥാന വിഹിതമായി 7 കോടി രൂപയും ഉൾപ്പെടുന്നു. കേപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് വികസനത്തിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. SC/ST ഫെഡറേഷന്റെ പുനരുദ്ധാരണം, മൂലധന സഹായം തുടങ്ങിയ പദ്ധതികൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ സഹകരണ സംഘങ്ങൾക്ക് 3.54 കോടി രൂപ വകയിരുത്തുന്നു. കേരള നെല്ല് സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘത്തിന് കാപ്കോസിന് കീഴിൽ കോട്ടയം ഏറ്റുമാനൂരിൽ റൈസ് മിൽ പദ്ധതിയുടെ നിർമ്മാണം നടത്താനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 623.85 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ വൻകിട ഇടത്തരം ജലസേചനത്തിനായി 233.82 കോടിയും ചെറുകിട ജലസേചനത്തിനായി 206.96 കോടിയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.5 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷണത്തിനായി 181.5 കോടി രൂപയും വകയിരുത്തുന്നു. കുട്ടനാട് വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വിഹിതം 60.5 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കുട്ടനാട് മേഖലയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുന്ന പ്രക്രിയ തുടങ്ങുന്നതിന് ആദ്യഘട്ടമായി ഇത് കൂടാതെ 50 കോടി രൂപ കൂടി വകയിരുത്തുന്നു. മീനച്ചിൽ വാലി ജലസേചന പദ്ധതിക്ക് 5.5 കോടി രൂപ വകയിരുത്തുന്നു. ഇടമലയാറിന് 32 കോടി, മൂവാറ്റുപുഴ വാലിക്ക് 11.56 കോടി, കാവേരി നദിയുടെ പദ്ധതിക്ക് 28.75 കോടി, ബാണാസുര സാഗർ 21.75 കോടി, കാവേരി നദീതടത്തിലെ ചെറുകിട പദ്ധതികൾക്ക് 2.6 കോടി രൂപ, പട്ടിശ്ശേരി ഡാമിന്റെയും കനാൽ സംവിധാനത്തിന്റെയും പുനർനിർമ്മാണത്തിനായി 17 കോടി, ചമ്രവട്ടത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്ക് 2.5 കോടി, കാടാ കനാലുകളുടെ നവീകരണത്തിന് 14.1 കോടി, ഡാം പുനരുദ്ധാരണവും വികസനവും പദ്ധതിക്കായിട്ട് ഡ്രിപ്പിന് 16 കോടി, കുറ്റ്യാടി ജലസേചന പദ്ധതിക്ക് 5 കോടി, പഴശ്ശി ജലസേചന പദ്ധതിക്ക് 13 കോടി, ചേരമംഗലം പദ്ധതിക്ക് 2.5 കോടി, കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി, ചിറ്റൂർ പുഴ നവീകരണ പദ്ധതിക്ക് കനാൽ നവീകരണ പദ്ധതിക്ക് 12 കോടി എന്നിങ്ങനെ വകയിരുത്തുന്നു. തോട്ടപ്പള്ളിയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കല്ലട ഇറിഗേഷൻ കനാലുകളുടെ സംരക്ഷണ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ജലസേചനം, ഭൂഗർഭ വികസനവും ജലവികസനവും പര്യവേഷണവും പദ്ധതിക്കായി 23 കോടി രൂപ വകയിരുത്തുന്നു. ലിഫ്റ്റ് ഇറിഗേഷന് 17 കോടി രൂപ വകയിരുത്തുന്നു. ചെറുകിട ജലസേന ക്ലാസ് 1 പദ്ധതിക്കായിട്ട് 71.1 കോടി രൂപയും ക്ലാസ് 2 പദ്ധതിക്ക് കീഴിൽ തുടർന്നു വരുന്ന പ്രവർത്തികൾക്ക് പുതിയ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിന് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. ഹരിത കേരളം വഴി കുളങ്ങളും ടാങ്കുകളും നവീകരിക്കുന്നതിന് 7.5 കോടി, നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന സൂക്ഷ്മ ജലസേചന പദ്ധതികൾക്ക് 16 കോടി രൂപ വർദ്ധിപ്പിച്ച് 46.6 കോടി രൂപയും വകയിരുത്തുന്നു. കുട്ടനാട് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നബാർഡ് RID പദ്ധതിക്ക് 100 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ സംരക്ഷണത്തിനുള്ള RIDF പദ്ധതിക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഊർജം. സംസ്ഥാനത്തിന്റെ ഊർജ്ജ മേഖലയിലെ നേട്ടങ്ങൾ കണക്കിലെടുത്ത് ഊർജ്ജ കാര്യക്ഷമതാ പദ്ധതികൾ, വൈദ്യുതി സുരക്ഷാ പരിപാടികൾ, ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ വികസനം, ഹരിത ഊർജ്ജം പ്രോത്സാഹിക്കുന്ന പദ്ധതികൾ എന്നിവയാണ് 26-27 ബജറ്റിൽ ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. ഊർജ്ജ മേഖലയുടെ വിഹിതം 1309.94 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ ഊർജ്ജ മേഖല വികസനത്തിനായി KSEB വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1138.8 കോടി രൂപയും പാരമ്പര്യവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായി 71.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. KSEBയുടെ കീഴിൽ വരുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 1238.8 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന വിഹിതം നൽകുന്ന പദ്ധതികളിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കൽ, പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ എന്നീ 3 പുതിയ പദ്ധതികൾക്കായിട്ട് യഥാക്രമം 5 കോടി, 32.22 കോടിയും 5 കോടി രൂപയും വകയിരുത്തുന്നു. ബാഹ്യ സഹായ പദ്ധതികളായ എനർജി എഫിഷ്യൻസി ഇന്ത്യൻ ഗ്രിഡിനും ഗ്രീൻ എനർജി കോറിഡോർ 2 പദ്ധതിക്കായിട്ട് 150 കോടി വകയിരുത്തുന്നു. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ സഹായിക്കുന്ന അനർട്ടിന് 53.18 കോടി. ഇനിയും വൈദ്യുതി പ്രതികരിക്കാൻ ബാക്കിയുള്ള ആദിവാസി ഊരുകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സൗരോർജ്ജ വൈദ്യുതീകരണ പദ്ധതിക്കായിട്ട് 7 കോടി രൂപ വെക്കുന്നു. ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിക്കായിട്ട് 77.18 കോടി വകയിരുത്തുന്നു. വൈദ്യുത സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് 9.36 കോടി. മീറ്റർ ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്ക് 7.71 കോടി ഇങ്ങനെ എന്ന് വകയിരുത്തുന്നു. വ്യവസായങ്ങളും ധാതുക്കളും. വ്യവസായ മേഖലകളുടെ ആകെ വിഹിതം 1417.26 കോടി രൂപയാണ്. ഇതിൽ മുൻ വർഷത്തെക്കാളും 122.54 കോടി അധികമാണ്. ധാതുക്കൾക്ക് 82 കോടി. സാങ്കേതിക വിദ്യയ്ക്കായി 540